സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ ഇന്ന് 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് 1000 രൂപ മാസം തോറും ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ലല്ലോ. അവരുടെ ചില്ലറ കാര്യങ്ങൾ നിർവഹിക്കാൻ അത് പ്രാപ്തമാകുമല്ലോ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ITI കഴിഞ്ഞവർ, നമ്മുടെ പോളിടെക്നിക് കഴിഞ്ഞവർ, ഇവിടെ കേരളത്തിലെ ബിരുദ കോഴ്സുകൾ കഴിഞ്ഞവർ, വിവിധ സ്കിൽ കോഴ്സിന് ചേരാനുള്ളവർ, അതിനെല്ലാം തയ്യാറെടുക്കുന്നവർ, സ്കില്ലിന് ചേർന്നവർ, അവർക്കെല്ലാം മാസം തോറും 1000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി സമൂഹമാകെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളീയ സമൂഹമാണ് അഭിവൃദ്ധിപ്പെടുന്നത്. കേരളീയ സമൂഹത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്. ഇതുകൊണ്ടെല്ലാമായോ? ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കിഫ്ബി നടത്തിയ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തുടരാനാവണം. ഇനിയും കൂടുതൽ കരുത്തുറ്റതാവണം. ഇവിടെ ഡോക്ടർ അബ്രഹാം സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, കിഫ്ബിയുടെ സാമ്പത്തിക കൺസൾട്ടൻസി ആയിട്ട് വരാൻ പോകുന്ന സ്ഥാപനം വലിയ തോതിൽ നമ്മുടെ നാടിന് ഭാവിയിൽ ഉപകരിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിലൂടെ ഇനിയും നമുക്ക് ചെയ്യാൻ കഴിയും. നാടിൻ്റെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വികസന കാര്യങ്ങൾ നമുക്ക് പുറകോട്ട് പോകാനാവില്ല. എല്ലാവരും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. ഇതാണ് നമ്മുടെ വികസന സ്വപ്നം. കേരളം നടപ്പാക്കുന്ന ആ രീതിയിലാണ്. മറ്റ് ചിലയിടങ്ങളിൽ ചില പ്രദേശങ്ങൾ പ്രത്യേകമായി വികസിച്ചു എന്ന് വരും. ആ വികസിച്ച പ്രദേശങ്ങൾ മാറിയങ്ങ് പോയാൽ പിന്നെ ഒന്നും കാണില്ല. നമ്മുടെ കേരളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വലിയ പട്ടണമായിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടങ്ങളിലും എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. എവിടെയും വലിയ വേർതിരിവില്ല. എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കുകയാണ്. എല്ലാവരിലും വികസനത്തിൻ്റെ സ്വാദെത്തണം. അവർ സ്വാദറിയണം. അതിനുതകുന്ന നടപടികളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. അത്തരം കാര്യങ്ങളിലാണ് ഇവിടെ കിഫ്ബിക്ക് വലിയ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനിയും നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാനാവണം. നല്ല പിന്തുണ ജനങ്ങളിൽ നിന്നാകെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാകെ ജനങ്ങളുടെ പിന്തുണ എല്ലാ ഘട്ടത്തിലും ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിക്കെതിരെ ഇപ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. അത് നമ്മൾ കാണുന്നത് എന്താ? ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിനാണ് ചെലവഴിച്ചത്. ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ. നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോവുകയാണല്ലോ. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും ഉന്നതമായ ധനകാര്യ വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമെന്ന നിലക്കാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തരത്തിലുള്ള ആശങ്കയോ സംശയമോ ഒരു സ്ഥാപനമെന്ന നിലക്ക്, ധനകാര്യ സ്ഥാപനമെന്ന നിലക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് ധനകാര്യ രംഗത്തുള്ള വിദഗ്ധരാരും ഇതേവരെ ഉന്നയിച്ചിട്ടില്ല. അത്ര കണ്ട് നല്ല നിലക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. നാടാകെ ഇതിന് സഹായകരമായ നിലപാടെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണം. നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും അസാധ്യമെന്ന് കാണുന്ന ഏതിനെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനിയും അത് തന്നെ നമുക്ക് നടപ്പാക്കാം. എല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിയുടെ ഏറ്റവും വലിയ ഒരു പങ്കാളിയായി കിഫ്ബിയെ നമുക്ക് കൂടെ കൊണ്ടുപോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.